ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അവിസ്മരണീയ രാത്രികളിലൊന്ന് കടന്നു പോകുമ്പോൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും സന്തുഷ്ടരാണ്. ശക്തരായ ചെന്നൈ എഫ്സിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് വിജയം നേടിയിരിക്കുകയാണ്. തുടർച്ചയായി 3 മത്സരങ്ങളിലും പരാജയം നേരിട്ടെത്തുന്ന ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ചെന്നൈ എഫ് സി ശക്തരായ എതിരാളികൾ തന്നെയായിരുന്നു. ദുർബലരായ ഹൈദരാബാദിനെതിരെ പോലും തോൽവി വഴങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈ എഫ് സിക്കെതിരെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കൽ നിർബന്ധമായിരുന്നു. ടീമിന്റെ ദയനീയ പ്രകടനത്തിൽ ഒരുപാട് വിമർശനങ്ങളും മൈക്കിൾ സ്റ്റൈറുടെ നിലനിൽപ്പിനെ വരെ ബാധിക്കുന്ന അവസ്ഥയിലിരിക്കെ അയാളെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇത്. ടേബിളിലെ 4ാം സ്ഥാനക്കാർക്കെതിരെ എന്ത് വില കൊടുത്തും വിജയം കൈവരിക്കണമെന്ന ദൃഢനിശ്ചയം, ഓരോ താരങ്ങളുടെയും ഒത്തിണക്കത്തോടെയുള്ള സമീപനം, ഒടുക്കം ഒരു ഗംഭീര വിജയം തന്നെ കൊച്ചിയുടെ മണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുകയുണ്ടായി. മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ 90 മിനിറ്റും ആക്രമണ ഫുട്ബോൾ കാഴ്ചവെച്ച ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ ചില മിസ്റ്റേക്കുകൾ മാത്രമാണ് ഒരു നെഗറ്റീവായി പറയാനുള്ളത്. പലപ്പോഴും ഹൈലൈൻ ഡിഫൻസ് സ്ട്രാറ്റജിയിലേക്ക് ടീം എത്തുമ്പോൾ വിൽമർ ജോർഡൻ എന്ന കൊളംബിയൻ സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനെ ഫിസിക്കലി നേരിടുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും മുന്നേറ്റ നിരക്കാരുടെ പരിശ്രമത്തിൽ പല ഓപ്പൺ ചാൻസുകളും ടീം തുറന്നെടുത്തു. നോവയുടെ ഡേഞ്ചർ റണ്ണുകളും ക്രോസുകളുമെല്ലാം ചെന്നൈ പ്രതിരോധത്തിൽ വലിയ അപകടം വിതക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആദ്യ പകുതിയിൽ ഇരുവരും സ്കോർ ഷീറ്റിൽ ചലനമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും 2ാം പകുതിയിൽ കഥ മാറി. മത്സരത്തിന്റെ 56ാം മിനിറ്റിൽ ലൂണ നടത്തിയ റണ്ണിനൊടുക്കം നൽകിയ കട്ട്ബാക്കിനെ കണക്ട് ചെയ്ത കോറോ സിംഗ് നൽകിയ പാസിനെ ജസ്റ്റ് ഫിനിഷ് ചെയ്യാനേ ജിമിനസിന് ഉണ്ടായിരുന്നുള്ളൂ. സുന്ദരമായ ഫിനിഷിങ്ങിലൂടെ ആദ്യ ലീഡ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തു. ഒപ്പം തുടർച്ചയായി 2 മത്സരങ്ങളിലും അസിസ്റ്റ് സ്വന്തമാക്കാൻ ആ 17കാരനായ കോറോ സിംഗിനും സാധിച്ചു. ഒരു ഗോൾ ലീഡ് ഒരിക്കലും ഒരു സേഫ് പൊസിഷൻ അല്ല എന്ന് മനസ്സിലാക്കിയാവണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരന്തരം ആക്രമണങ്ങളാണ് മത്സരത്തിൽ കാണുന്നത്. അതിന് ഫലമെന്നോണം മത്സരത്തിന്റെ 20ാം മിനിറ്റിൽ ലൂണ നൽകിയ പാസിൽ നിന്നും നോഹ സൊദോയ് ഒരിക്കൽ കൂടി നിറയൊഴിച്ചു. മത്സരത്തിലുടനീളം അയാൾ നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുക്കം ആ മൊറോക്കോക്കാരൻ്റെ പേരിലും ഒരു ഗോൾ കൂടെ രേഖപ്പെടുത്തുകയാണ്. പിന്നീട് കളി കഴിയാൻ മിനിറ്റുകൾ ശേഷിക്കെ റൈറ്റ് വിങ്ങിലൂടെ പന്തുമായി കുതിച്ച നോഹ തളികയിൽ എന്നവണ്ണം രാഹുലിനായി വെച്ച് നീട്ടിയ പന്തിനെ ഫിനിഷ് ചെയ്ത് കാലങ്ങൾക്കിപ്പുറം KP രാഹുലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടുകയുണ്ടായി. അനായാസം തനിക്ക് ഫിനിഷ് ചെയ്യാമായിരുന്ന അവസരത്തെ രാഹുലിന് നൽകി കാലങ്ങളായി രാഹുൽ നേരിടുന്ന ഗോൾ ക്ഷാമത്തിന് പരിഹാരമെന്നോണം വരും മത്സരങ്ങളിൽ കോൺഫിഡൻ്റായി കളിക്കാൻ സാധിക്കാൻ എല്ലാറ്റിനുമപ്പുറം അയാൾ നേരിടുന്ന വിമർശനങ്ങളെ കാറ്റിൽ പറത്താൻ ഒരു ഗോൾ ആവശ്യമാണെന്ന ബോധ്യം നോഹക്കും കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ തുടർച്ചയായി 3 മത്സരങ്ങളിലെ തോൽവിക്കു ശേഷം ഒരു ഗംഭീര ഹോം വിജയം ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുകയാണ്. ഡിഫൻസിലെ ചില അശ്രദ്ധകൾ മാറ്റി വരാനിരിക്കുന്ന മത്സരങ്ങളും നിർണായകമായി കണ്ട് ഉജ്ജ്വല വിജയം സ്വന്തമാക്കാൻ ടീമിന് സാധിക്കട്ടെ.